വിജയരാഘവനല്ല, പരാജയരാഘവനാണ് അയാൾ. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ജി സുധാകരൻ. CPM നേതാവ് വിജയരാഘവനെ രൂക്ഷ ഭാഷയിൽ പരിഹസിച്ച ജി സുധാകരൻ. വിജയരാഘവൻ എവിടെ പ്രസംഗിച്ചാലും പാർട്ടി തോൽക്കുമെന്നും അയാൾ പരാജയരാഘവനാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതെന്റെ പ്രതികാരമാണ്. ഭൂരിപക്ഷം കുറഞ്ഞെന്ന് പറഞ്ഞാണ് സലാം പരാതി നൽകിയത്. സുധാകരൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പിണറായി പറഞ്ഞു. അവസാനം ഇവരെല്ലാം ചേർന്ന് എന്നെ ഒരു പരുവമാക്കി. അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാണ് പ്രതികാരം ചെയ്യുമെന്ന്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഓട്ടോ ഡ്രൈവറുടെ മരണം കൊലപാതകമാണ്. അയാളുടെ വീട്ടിൽ നേതാവിനെ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു. MA ബേബി നല്ലവനും ഗാന്ധിയനുമാണ്. വായനയുണ്ട്, അതിനാൽ വിവരവുമുണ്ട്. അദ്ദേഹം സ്വന്തം വീട്ടിലെ പാത്രം പോലും കഴുകി വയ്ക്കുന്നത് കണ്ടില്ലേ? 1.5 ലക്ഷത്തിലധികം വോട്ടുണ്ട് അമ്പലപ്പുഴയിൽ. 85% പോളിംഗ് നടക്കുകയാണെങ്കിൽ 90,000 വോട്ട് കിട്ടും. 5,000 വോട്ട് BJPയിൽ നിന്ന് വരും. അവരെല്ലാവരും RSSകാരല്ല. 10,000 വോട്ട് ഇടതുപക്ഷത്ത് നിന്ന് വരും. നിഷ്പക്ഷതയുള്ള ആളുകൾ ആരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യില്ല. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പരിഹാസവുമായി നടനും സംവിധായകനുമായ ജോയ് മാത്യു. പ്രസംഗത്തിനിടയിൽ ചോദ്യം ചോദിച്ച പ്രവർത്തകനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെയാണ് ജോയ് മാത്യു പരിഹസിക്കുന്നത്. PR ഏജൻസികൾ എത്ര മിനുക്കിയെടുത്താലും ചിലരുടെ തനി സ്വരൂപം പുറത്തുവരുമെന്നാണ് ജോയ് മാത്യു തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കുറിച്ചത്. PR പെയിന്റ് പണിക്കാർ പുട്ടിയിട്ട് മിനുക്കിയാലും ചില തടികളുടെ പുഴുക്കുത്തുകൾ പുറത്തുവരുമെന്നായിരുന്നു ജോയ് മാത്യുവിന്റെ പരിഹാസം. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ചാരുതയാർന്ന ചെറ്റത്തരമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് യോഗത്തിലെ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാൻ മുതിർന്ന പ്രവർത്തകനോടാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെ പോലീസ് എത്തി ഇയാളെ അവിടെ നിന്നും നീക്കം ചെയ്തു. കുടുംബത്തെ അമേരിക്കയിലേക്ക് അയച്ച് നാട്ടിൽ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുന്നവനാണോ കോമാളി എന്നായിരുന്നു ജോയ് മാത്യുവിന്റെ ചോദ്യം. ഏതായാലും പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച തോമസ് ഐസക്കിനുമുണ്ട് കൊട്ട്. വയറ്റുപിഴപ്പിന് വേണ്ടി അഭിനയിക്കുന്നവനാണോ കോമാളി, അതോ ഭാര്യയും മകളെയും അമേരിക്കയിൽ താമസിപ്പിച്ച് നാട്ടിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുന്നവനാണോ കോമാളി എന്നായിരുന്നു ജോയ് മാത്യുവിന്റെ കുറിപ്പ്. കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെ ഒരു ദിവസം കൊണ്ടുപോയി വച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരാമർശം. സ്വർണം കട്ടവരുടെ നാട്ടിൽ വന്നാൽ ഗോൾഡൻ ബൂട്ട് പോകുമെന്ന് കരുതിയാണ് മെസ്സി വരാതിരുന്നതെന്ന് നടൻ സലിം കുമാർ. അമേരിക്കയിൽ നിന്ന് ഒരു പയ്യൻ വന്നു, എന്തൊരു മാറ്റമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. പയ്യനെ തിരഞ്ഞു പോയപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലെന്ന് VD സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നടൻ സലിംകുമാർ പറഞ്ഞപ്പോൾ അത് CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള കൊട്ടായി മാറി. മുഖ്യമന്ത്രി ഓരോ ദിവസവും ഓരോ തള്ളുമായി നടക്കുകയാണെന്നും സലിംകുമാർ പരിഹസിച്ചു. മുഖ്യമന്ത്രി ലോകത്തൊരിടത്തുമില്ലാത്ത തള്ളുമായി നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു സലിംകുമാറിന്റെ പരിഹാസം നിറഞ്ഞ പ്രസംഗം. 5-6 മാസം മുൻപ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അതിൽ അമേരിക്കയിൽ നിന്നും വന്ന ഒരാൾ കേരളം കണ്ടപ്പോൾ അമേരിക്ക പോലും തോൽക്കുന്ന മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. അന്നേരം തനിക്ക് ആ പയ്യൻ ആരായിരിക്കുമെന്നും അയാൾ ഇപ്പോൾ എവിടെയായിരിക്കുമെന്നും സംശയം ഉയർന്നു. താൻ ഈ പയ്യനെ അന്വേഷിച്ചു തന്നു. പയ്യനെ കാണാൻ പറ്റി. അയാൾ ഊളംപാറയിലുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. അവന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ കേരളം കണ്ടപ്പോൾ അമേരിക്ക പോലെയെന്ന് പറഞ്ഞതോടെ അവനെ അവിടെ പ്രവേശിപ്പിച്ചതാണെന്ന മറുപടിയാണ് കിട്ടിയതെന്നായിരുന്നു സലീം കുമാറിന്റെ പരാമർശം. വ്യവസായ സൗഹൃദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു വ്യവസായി 3 ലക്ഷം കോടി മുടക്കുമെന്ന് അടുത്തിടെ പറയുകയുണ്ടായി. ആ വ്യവസായിയെ അന്വേഷിച്ചു ചെന്നപ്പോൾ അയാൾ ഊളംപാറയിൽ ആ പയ്യൻ കിടക്കുന്ന അടുത്ത വാർഡിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഓരോ ദിവസവും ഓരോ തള്ളുമായി നടക്കുകയാണെന്നും സലിംകുമാർ പരിഹസിച്ചു.